1977 മുതൽ 2019 വരെ ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം CPM ചേർന്നുള്ളതായിരുന്നു. LDF പിന്തുണ നൽകുന്നതായിരുന്നു. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരൊന്ന് മാറ്റിപ്പിടിച്ചു. അവരവരുടെ നിലപാടിൽ മാറ്റം വരുത്തി. അങ്ങോട്ടാരും ചെന്ന് സംസാരിച്ചിട്ടോ ചോദിച്ചിട്ടോ അല്ല. അവർ തീരുമാനിച്ചു ഇത്തവണ UDF വോട്ട് ചെയ്യാൻ. അതോടെ LDF സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPM സംബന്ധിച്ചിടത്തോളം ജമായത്തെ ഇസ്ലാമി കണ്ടാൽ കണ്ടുകൂടാത്തവരായി. അവര് വർഗീയവാദികളായി, അല്ലെങ്കിൽ മത തീവ്രവാദികളായി, അവര് തൊടാൻ പറ്റാത്തവരായി. ഇപ്പോഴ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പത്രലേഖകരുമായിട്ട് സംസാരിക്കും VD സതീശൻ ജമായത്തെ ഇസ്ലാമിയുടെ അമീറുമായിട്ട് പിണറായി വിജയൻ സംസാരിക്കുന്നതിന്റെ ചിത്രം ഉയർത്തിക്കാട്ടി. അതോടെ പിന്നെ സത്യം മറച്ചു വയ്ക്കാൻ വയ്യാത്ത സാഹചര്യമായപ്പോഴാണ് പിണറായി വിജയൻ അത് സമ്മതിച്ചത്. ഇതെപ്പോഴും CPM ഒരു നിലപാടാ, അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയാ. നേരത്തെ PDP-യുമായിട്ട് അവർ സഹകരിച്ചിട്ടുണ്ട്, മദനിയുമായിട്ട് വേരി പങ്കിട്ടിട്ടുണ്ട്, പിന്നെ ചില സന്ദർഭങ്ങളിൽ അവരെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു പാർട്ടി, അവര് വർഗീയ സംഘടന ആവട്ടെ അല്ലെങ്കിൽ മത തീവ്രവാദികളാവട്ടെ, അവർ LDF ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, അവർ CPM വോട്ട് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അവർ നല്ല തങ്കക്കുടങ്ങളാവും. 24 കാരറ്റ് ശുദ്ധിയുള്ള കറകളഞ്ഞ മതനിരപേക്ഷ കക്ഷിയാവും. അതേസമയം അതേ സംഘടന തന്നെ, അതേ ആളുകൾ തന്നെ UDF വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാലോ, അവർ അരനിമിഷം കൊണ്ട്, അതിന് കൂടുതൽ സമയമൊന്നും വേണ്ട, CPM സംബന്ധിച്ചോളം അരനിമിഷം കൊണ്ട് അവരെ വർഗീയവാദികളായി അല്ലെങ്കിൽ മത തീവ്രവാദികളായിട്ട് മുദ്ര കൊത്തും.